ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ആരുവിൻ്റെ ഒപ്പം കളിക്കണത്. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാമല്ലേ? അധികം സമയം കളയണില്ല. നമുക്ക് ആദ്യം ഈ ചെറിയ കൊട്ടാരം പോലത്തെ സ്ഥലത്തോട്ട് കയറിയിരിക്കാം. നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിം ഹോം അലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ് കേട്ടോ. അവിടെ കുറേ ആനിമൽ അനോമലീസ് ശരിയാ ഗൈസ്, അനോമലീസ് ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടെന്ന് പറയണത്. അപ്പോൾ ഇവിടെ ഞാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗൈസ് അച്ഛനും അമ്മയും ഒരു ഫങ്ഷന് പോയാൽ 6 മണിക്ക് വരുള്ളൂ. ഈ ബോർഡിലിരിക്കണ ഈ ജോലികളൊക്കെ ചെയ്യണം. പിന്നെ ചിലവരൊക്കെ വരും. അപ്പോൾ നല്ല ആൾക്കാരാണെങ്കിൽ മാത്രം ആ വാതിൽ തുറന്ന് കൊടുത്താൽ മതി എന്നാണ് പറയണത്. കമ്പ്യൂട്ടറിൽ ക്യാമറ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിലൊക്കെ കുറേ വർക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യണം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ ലൈറ്റ് ഓഫാക്കിയാൽ മതി, മനസ്സിലായോ എന്നാണ് നമ്മുടെ പേരൻറ്റ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മൾ കിച്ചണിൽ നിന്നാണ് നമ്മൾ പുനർജനിക്കുന്നത് ഗൈസ്. കിച്ചണിലാണെന്ന് തോന്നുന്നു ആ സാധനങ്ങളൊക്കെ. അല്ല, ബോർഡില്ലേ എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ള ബോർഡ് അതിവിടെ എവിടെയോ എന്ന് തോന്നുന്നു. കാരണം അമ്മയാണെങ്കിൽ ഇവിടെ അല്ലേ വെക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. ചെറുപ്പിന് വേറെ വല്ലയിടത്താണോ? ഏതോ ആള് വന്നിട്ട് ചോദിക്കാണ്, പുറത്തൊരാൾ വന്നിട്ട് ചോദിക്കണു ഇങ്ങോട്ട് വന്ന് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന്. അപ്പോൾ ഇതേ കണ്ടു, ഇയാളാണ് പറയുന്നത്. എന്താണ് ചേട്ടാ? മോളെ, എൻ്റെ വീടിൻ്റെ അവിടെ ഏലിയൻസ് വന്ന്. ഏലിയനാ? ഓ, വേണമെങ്കിൽ വിശ്വസിച്ചോ, വേണമെങ്കിൽ എൻ്റെ വീട്ടിലൊന്ന് നോക്ക്. പിന്നെ നമുക്കൊന്ന് ക്യാമറയിൽ ചെക്ക് ചെയ്ത് നോക്ക്. എനിക്കെന്തോ പശപ്പ് തോന്നുന്നുണ്ട്. പോയി നോക്കാം. അതിന് മുന്നേ ക്യാമറ എവിടെ ഗൈസ്? ഇത് മറ്റേ ക്യാമറ, ലാപ്ടോപ്പ്. എവിടെ ആരും ഒക്കെ ഉണ്ട്. അവർ ക്ലിച്ചടിച്ചു തോന്നുന്നു ഗൈസ്. ഞാനങ്ങനെയില്ല. ഓയ് അവന് ഗ്ലിച്ചടിച്ചു തോന്നുന്നത്. ഇവിടെയാണ് ക്യാമറ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അതാ പ്രശ്നം. ഓ മൈ ഗോഡ്, അത് ഏലിയനാണ് ഗൈസ്, അത് ഏലിയനാണ്. കണ്ടോ? അപ്പം നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം. വാതിലൊട്ട് തുറക്കണ്ട. ഇനി ഇയാൾ ഏലിയന ആണെന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ വാതിൽ തുറന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാനെ. എൻ്റെ ദൈവമേ, ഭാഗ്യം എന്നെ വിട്ടത്. ഇനിയിപ്പോൾ ആരും വരാൻ ചാൻസ് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ജോലി ചെയ്യണത്. ഇതേനെ ഗൈസ് ബോർഡ് എന്തിട്ട് ചെയ്യണേ? നമുക്ക് ആദ്യം ഫ്ലോറൊക്കെ ക്ലീൻ ആക്കാനുള്ള സാധനം എടുക്കാതെ എവിടെയെന്നാവും. കോഫി ഉണ്ടാക്കാനാണ് കേട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമുക്കത് ഓർഡർ ചെയ്ത് തന്നെ ചെയ്യണമെന്നില്ല എന്ന് തോന്നണം. നമുക്കെന്തായാലും ആദ്യം കോഫി ഉണ്ടാക്കാം. ആദ്യം കോഫി ഉണ്ടാക്കാനല്ലേ പറഞ്ഞേക്കണേ. അഡ്ജസ്റ്റ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അത്രയും മതി, അധികം ചോറ് വേണ്ട. അപ്പോൾ ഇതാണ് നമ്മളെ ബാത്റൂം എന്ന് പറയുന്നത്. താഴത്തൊക്കെ വെള്ളം ഒഴിച്ച് ചെയ്യണം. ആരും ഒന്ന് കുളിച്ചിട്ട് ഓടിയെടുക്കിയിരിക്കും. ഓക്കെ, ആരോ വന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ് ഈവനിങ്. എന്തോ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്.
ഇയാൾക്ക് അടുക്കള ഒന്നിപ്പോൾ വേണം. അയാൾക്ക് ചായ ഉണ്ടാക്കണം. അപ്പം അകത്ത് കയറ്റുമെന്നാണ് ചോദിക്കണത്. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടേക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ക്യാമറ ഒന്ന് ഓണാക്കണം. ഓണാക്കി ഇയാൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് അകത്ത് കയറ്റാമല്ലേ. പിന്നെ കോഫി എടുക്കാൻ പറ്റുന്നില്ല. കോഫി എന്ത് ചെയ്യും? നമ്മളുണ്ടാക്കിയ കോഫി അത് കാണാനില്ല. ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഫ്രിഡ്ജ് എടുക്കാൻ പറ്റുമോ? കൈസ് ഒന്നും പറ്റൂല ഇവിടെ. കോഫി കാണാനില്ല കൈസ്. എന്താ ചെയ്യുന്നേ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഒരെണ്ണം കഴിഞ്ഞ് അതിൽ വരച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നമ്മൾ അകത്തേച്ച് കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെയൊക്കെ. ഓ മൈ ഗോഡ്, അയ്യോ ഗൈസ്, അതൊരു വാമ്പയറായിരുന്നു. അതിൻ്റെ ഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. അവിടെ കോർണർ അത്രയ്ക്ക് സെറ്റായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ വല്ല സ്റ്റൈലിൽ ഇട്ടാക്കിയിരിക്കും. ഇവിടെയൊക്കെ എന്ത് പറ്റി ഗൈസ്? മുകളിലൊക്കെ ബ്ലാക്ക് കളറ്. അതെന്താന്ന്. ഓക്കെ, നമ്മുടെ ഒരു കാര്യം കഴിഞ്ഞു. ഇനി എന്തുട്ടാ? ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുമോ? അല്ല, നമ്മളെന്തിനു ക്യാമറയൊക്കെ ഓണാക്കണേ? നമുക്ക് മോപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടെ തുടയ്ക്കാൻ പറ്റുന്നതാണോ? നമുക്കിവിടെ ആദ്യം തുടയ്ക്കാം. ആരോ വന്നിട്ടുണ്ടല്ലോ. ഇനി ഫുഡ് സ്റ്റെയർ ഉണ്ടല്ല. എടുക്കാൻ പറ്റില്ല കേസ്. നമുക്ക് ആദ്യം ക്ലീൻ ആക്കാം. അയാൾക്ക് ഹംഗറി ആവണമെന്ന് അയാൾ അകത്തായിട്ടൊന്നും ചോദിക്കുന്നുണ്ട്. 1 മിനിറ്റ് ഇട്ടാ ചേട്ടാ, ഞാനിതൊന്ന് ക്ലീൻ ആക്കട്ടെ. ഇതൊന്ന് ക്ലീൻ ആവാത്തേ? ഇത് മാത്രം ക്ലീൻ ആവണില്ല. നമ്മൾ വന്നെടുത്ത വാമ്പയർ തുറന്നു കൊടുത്തായിരുന്നു. നമ്മുടെ സാനിറ്റി പോയിട്ടുണ്ട് കേട്ടോ. 20 സാനിറ്റി പോയിട്ടുണ്ട്. പ്ലീസ് ഫ്രണ്ട്, ഐ ആം റിയലി ഹംഗ്രി. ഇയാൾ ഇംഗ്ലീഷുകാരനാണ് തോന്നുന്നു. അയാളെ എനിക്ക് കാണാനില്ലല്ലോ ഇതിൽ. അയാളെ കാണാനില്ലട്ടോ ഗൈസ്. അപ്പം ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇയാൾ വല്ല പ്രേതമായിരിക്കും. നമുക്ക് എന്തായാലും ഡോറ് തുറന്നു കൊടുക്കണ്ട. അയാൾ പോയിട്ടുണ്ട്. അയാളെയും അതിന് മുന്നത്തെ ആളെയും വിട്ടേന് നമുക്കിപ്പോൾ അതിന് അല്ല, ഇയാളെ വിടുമ്പോൾ പിന്നല്ലേ പൈസ കിട്ടുള്ളൂ ചിലപ്പോൾ. മുന്നത്തെ ആളെ വിട്ടതിന് നമുക്ക് 15 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതും കൊണ്ട് മിഠായിയൊക്കെ മേടിച്ച് തിന്നാനുള്ളതാണ്. ഇതാണ് നമ്മുടെ റൂം. പാരൻസിൻ്റെ റൂം ക്ലീൻ ആക്കാനല്ലേ പറഞ്ഞത്. ഈ ക്ലോത്തൊക്കെ എടുക്കണം. എന്നിട്ട് അതെവിടെ ഇടണ്ടേ? അതേ ബാസ്ക്കറ്റ് അവിടെ ഇട്ടിരുന്നു. അടുത്തത് എടുത്തിവിടെ ഇടാം. അടുത്തത് അങ്ങനെ മൂന്നാമത്തിന് 2 കൂടി ഉള്ളൂ. ഓക്കെ, ആരോ വന്നിട്ടുണ്ട്. 1 കൂടി ഉണ്ടല്ലേ. അതും കൂടി ക്ലീൻ ആക്കിയിട്ട് പോവാം. ഓക്കെ, അവിടെ നമ്മുടെ പൂച്ചയാണോ? എനിക്കറിയില്ല കേട്ടോ അതാരുടെ പൂച്ചയാണ്. എന്താണ് ചേച്ചി? ചേച്ചിയുടെ ക്യാറ്റ് ഇവിടെ ഉണ്ടെന്നോ? ആ പൂച്ചയാണോ? ഇന്ന റൂമാ അത്? ചേച്ചിക്ക് എങ്ങനെ അറിയാം? നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ചേച്ചിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചേച്ചിയാണോ ചേട്ടനാണോ? എന്തെങ്കിലും ആട്ടെ, നമുക്ക് പൂച്ചേനെ എടുത്ത് കൊടുക്കാം.
നമ്മുടെ പാരൻസിൻ്റെ റൂമിലിരുന്നാൽ മറ്റേ പൂച്ചയാണ് അങ്ങനെ. ഞാൻ ഇതിനെപ്പോഴെപ്പോഴും എൻ്റെ റൂമിൽ പോകണം. അടുത്ത് നിന്നിട്ട് എടുക്കണല്ലേ. ഈ പൂച്ചേനെ കൊണ്ട് ചേച്ചിക്ക് കൊടുത്തിട്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം. എന്നാ ചേച്ചിയുടെ ഒരു ക്യാറ്റ് ഇപ്പം എങ്ങനെ ഇവിടെ എത്തിയേ? എന്തിട്ടി കാട്ടണേ? ഇനി ഇത് നമ്മുടെ ക്യാറ്റായിരുന്നു. എഴുത്തന്നെ അറിയാം, ആരുമില്ല. ഇനി നമ്മുടെ റൂം ക്ലീൻ ആക്കാനാണ് പറഞ്ഞേക്കണേ. നമുക്ക് നമ്മുടെ റൂം ക്ലീൻ ആക്കണം. ഓക്കെ, ഇനി ഒരു 3 കൂടി. ലാസ്റ്റ് അതും ഇട്ടിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ്. ഹേയ് their neighbor. Hey, I am your new neighbor. Okay. ഈ ചേട്ടന് നമ്മുടെ അടുത്തൊന്ന് മര്യാദക്ക് സംസാരിക്കണം, അത് പ്രോപ്പർലി ആയിട്ട്. ദൈവമേ ഗൈസ്, ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണേ? ഈ ചേട്ടൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഇതെന്താണ് ഇങ്ങനെ വന്നത്? നമുക്ക് ഓഫാക്കാതായിരിക്കും നല്ലത്. എനിക്ക് പേടിയാവണം. റീസെറ്റ് ടാസ്ക്സാ. നമുക്ക് ഇനിയും ടാസ്ക്സ് വരും കേട്ടോ ഗൈസ്. ഞാനിതിന് റോബക്സ് കൊടുക്കണേ, പിന്നെ പൈസ കൊടുത്തിട്ട് കളിയൂല ഗൈസ്. ഇപ്പോൾ നമ്മൾ സാനിറ്റി ആകെ 65 ഉള്ളൂ കേട്ടോ. ആരെങ്കിലും വന്നുണ്ടോ? ഇല്ല. കണ്ടോ ഗൈസ്, അവരൊക്കെ കാരണം എൻ്റെ വീടൊക്കെ നശിപ്പിച്ച്. എന്താ ഗൈസ് അവിടെയൊക്കെ എന്തോക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ ഭാഷയൊന്നും അറിഞ്ഞൂടാ. ഇതെന്തുട്ടാ? ഇതെന്തു ചെയ്യാനാ? കഴിക്കാനാണോ? കുക്കിംഗ് ചെയ്യാനോ? ഗൈസ് അറിഞ്ഞൂടാ. ആരോ വന്നിട്ടുണ്ട്, നമുക്ക് അയാൾ നോക്കാം. നമുക്ക് പിസ്സ വന്നിട്ടുണ്ട് ഗൈസ്. ആൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പിസ്സ മേടിക്കാം. കറക്റ്റ് വിശന്ന ടൈമിൽ തന്നെ വന്ന്, നല്ല കാര്യം. താങ്ക് യു ചേട്ടാ. പിസ്സ എന്ത് പിസ്സ ചെയ്യുന്നാവോ? ഞാനിവിടെ വെച്ചോളാം, ചേട്ടൻ പൊക്കോ. യെസ്, അപ്പോൾ ചേട്ടൻ പോയിട്ടുണ്ട്. അയ്യോ ഗൈസ്, ആരുടെ കൈ? വെനസ്ഡേയുടെ കൈയാണോ? ദൈവമേ ഗൈസ്, ആ കൈകാരം കൊണ്ട് നമുക്ക് 35 സാനിറ്റി ആയിട്ടോ. എന്നാലും ആ കൈ ആരുടെ ആയിരുന്നു? ആ കൈകാരം കൊണ്ട് കൂടി എൻ്റെ വീട് കത്തം. ഇനി ആരെങ്കിലും വന്നാൽ എൻ്റെ വീടിൻ്റെ കാര്യം പോക്കായിരിക്കും. കണ്ടില്ല ഗൈസ്, കൊടിഞ്ഞ് വീണ്. ഇതൊക്കെ എവിടെ നിന്ന് വീണാണ് എന്തോ. ഇതേപോലത്തെ സീരിയലുണ്ടായിരുന്ന സാധനമാണ്. ഇവരായിട്ട് ആരും വന്നിട്ടില്ല. നമുക്ക് പുതിയ ടാസ്ക് വന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. പ്രേതോ കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും ഒന്നുമില്ല. തരാം, നമ്മുടെ കൂട്ടുകാരനാണെന്നാ പറയുന്നത് കേട്ടാ. നമുക്കറിഞ്ഞൂടാ കേട്ടാ അത് കൂട്ടുകാരനാണ് അല്ലേ ഒന്ന്. എന്തായാലും അയാൾ ഈ കൊച്ചിനൊരു കുഴപ്പമില്ലാത്ത നമുക്ക് ഡോർ തുറക്കാം. എന്തി നിനക്ക് 67 കിട്ടിയത്? അല്ലാടി, എനിക്ക് 34 കിട്ടിയത്. അന്നത് തെറ്റാ. ഗൈസ്, അവൻ്റെ വീട് നമ്മുടെ തൊട്ടിപ്പുറത്താണ് കേട്ടോ. അതാണ് അവൻ വന്നത് ഇങ്ങോട്ട് നമ്മളുടെ അടുത്ത് സംശയം ചോദിക്കാനായിട്ട്. ഇവൻ എൻ്റെ വീടിൻ്റെ അടുത്തായാലും എനിക്കറിയാം. പിന്നെ ഇനിയിപ്പോൾ പ്രേതങ്ങൾ വേണമെങ്കിൽ രൂപം മാറി വരുമെന്ന് അറിയില്ലേ, അതേപോലെയാണെന്ന് വിചാരിച്ച്. നമുക്ക് അടുത്ത ലിസ്റ്റിൽ വാഷ് ഡിഷസ് എന്ന് പറഞ്ഞേക്കാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ
എന്നിട്ട് അതിൻ്റെ എന്തത് ഇതിപ്പോൾ ചുവന്നല്ല ബ്ലാക്ക് കളർ കണ്ടില്ലേ എന്താണോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് ഒരു സ്ഥലം വൃത്തിയാക്കി എന്ത് വൃത്തിയാക്കണം, ഇവിടെ വൃത്തിയാക്കണം ഇല്ല ഗൈസ്, ഇവിടെ വൃത്തിയാക്കണ്ട. നമുക്ക് ബാറ്റപ്പ് വൃത്തിയാക്കണം. ബാറ്റപ്പും വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാത്റൂമും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാരോ വന്നിട്ടുണ്ട്. നമ്മൾ ഫയർഫോഴ്സാ? എന്തിനാണ് ഫയർഫോഴ്സ്? ഞങ്ങൾ തീയൊന്നും പിടിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ? എന്താണാവോ എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് എന്തിനാണ് പറയുന്നത്? അയ്യോ ഗൈസ് അവിടെ സ്മോക്ക് തന്നെ, അതെങ്ങനെ? അയ്യോ ഗൈസ് എൻ്റെ സാനിറ്റി എൻജോയ്. ദൈവമേ, സാനിറ്റി കൂടാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിഞ്ഞൂടെ ഗൈസ്, സാനിറ്റി കൂടാൻ എന്താ ചെയ്യേണ്ടത്? ബ്രെഡ് കഴിക്കാൻ പറ്റുമോ? ഓ മൈ ഗോഡ്, അയ്യോ എൻ്റെ സാനിറ്റി പോയി. ഇനി നമുക്കെന്തോ ഫിക്സ് ചെയ്യാനുള്ളത്. ഫ്യൂ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്തിട്ടാണാവോ? ജസ്റ്റ് റൂം. ഓ ഇതാണ് ഗൈസ് ഫ്യൂ ബോക്സ്. ഇതെന്താ ഇതിങ്ങനെ? ഇങ്ങനെയൊക്കെ സെറ്റാക്കി. ആളുണ്ട് എന്തി എന്നിട്ടാ വാഷ് ഡിഷസ് അത് ചെയ്യാം. ഇത് ചെയ്യട്ടെ. ചേട്ടാ അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ വരാം. ചേട്ടനാണ് ചേച്ചിയാണ്, അതൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. ഓക്കേ, ഒരെണ്ണം കംപ്ലീറ്റ് ആക്കി. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റൂട്ടാ. ഞാനെന്തിനാ ഇതിൻ്റെ മുകളിലൊക്കെ കയറിക്കണം? രണ്ടാമത്തെ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കംപ്ലീറ്റ് ആക്കാം. എത്ര ഉണ്ട് ടോട്ടൽ? 4 ഉണ്ട്. ഇനി ലാസ്റ്റ് നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഈ സാധനം വാതിര, ഞാൻ വാതിലിനൊക്കെ ആയിട്ട് പറയാൻ തന്നെ, പക്ഷെ ഇത് വാതിലല്ല, ഇതെന്തോ മരത്തടി മുകളിൽ നിന്ന് പൊട്ടി വിളിച്ച് വീണത്. ആ ഒരു ചേട്ടനാട്ടോ വന്നത്. എന്താ ചേട്ടൻ്റെ കയ്യിൽ റിപ്പയറായി ബോക്സ് ഉണ്ടല്ലോ. ഇതിനാന്ന് നമുക്ക് നോക്കാട്ടോ പോയി. ഇവിടെ ഒന്നും സീനിട്ടില്ല, കാര്യമൊന്നും ഇല്ലല്ലോ. ഗൈസ് വെള്ളം വരുന്നുണ്ട് ടീമിൽ നിന്ന്. നമുക്കപ്പോൾ ആ ചേട്ടനകത്ത് വിടാം, കുഴപ്പമില്ലല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഈ ചേട്ടൻ ഇപ്പം എന്തിട്ട് കാട്ടിയേ? എൻ്റെ മേത്തി കൂടി ഓർമ്മ. എന്തെങ്കിലും ആവട്ടെ. നോക്കിയേ ഗൈസ് നമ്മുടെ വീടിൻ്റെ കോലം. അമ്മ അച്ഛനെ വരുമ്പോൾ എന്നെ കൊല്ലും. ഇനി പിയാനോ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് പോയി പിയാനോ പ്രാക്ടീസ് ചെയ്യാം. ഇത് 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 നല്ല പാട്ട്. അപ്പോൾ അതെല്ലാനും കഴിഞ്ഞിട്ടുണ്ട്. ടാസ്ക് റീസെറ്റ് ചെയ്യണം. ഈ റീസെറ്റ് ടാസ്കിന് എന്തിനും നമ്മൾ റോബോക്സ് കൊടുക്കുക? ഓ ഗൈസ് ഒരു ടൈമുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഗൈസ് എനിക്കിപ്പോൾ നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ഇനി 3 മണിയാകും, അല്ല 3 മണിക്കൂർ കഴിയുമ്പോൾ അച്ഛനും അമ്മയും വരും. 2.5 മണിക്കൂർ അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ശരി, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ട്.